നമ്മളെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വരുന്നുണ്ട് കേട്ടോ. അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. പെട്ടെന്ന് സംഭവിച്ച ഒരു കുഞ്ഞു ഫങ്ഷനാണ് കേട്ടോ. അമ്മേൻ്റെ ഷോപ്പിലെ ഓണേഴ്സില്ലേ, അവരാണ് വരുന്നത്. അവർ മക്കളൊക്കെയാണ് കേട്ടോ, ഫാമിലി ആയിട്ടാണ് വരുന്നത്. അവർ നാളെ പോവും. അപ്പോൾ സാധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ഒരു കപ്പയും മീൻകറിയും കഴിച്ചിട്ട് പോകാമെന്നുള്ളത് അതൊരു പതിവാണ്. അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ അവരും ഓട്ടത്തിലായിരുന്നു. അപ്പോൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നാളെ എന്തായാലും അവർ പോകും. അപ്പോൾ അതിന് മുന്നേ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. നമ്മളെല്ലാവരും തന്നെ വീട്ടിലായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു വിളിയായതുകൊണ്ട് നമ്മൾ ഓടി ഫ്ലാറ്റിലോട്ട് പോന്നിട്ടുള്ളതാണ്. അവിടെ എല്ലാം നമ്മൾ ഒന്നരാഴ്ചയായിട്ട് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ഫുള്ള് അലങ്കോലാണ്. അതാണ് അങ്ങനെ ആകെ മിസ്സായിട്ട് കിടക്കുന്നതാണത്. കുറേ പൊടിയും പിന്നെ ഈ തണുപ്പാണല്ലോ, അപ്പോൾ കുറേ ഈ തണുപ്പിന് എന്താ പറയുക, പായ പിടിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നിട്ട് നമുക്ക് ഒരുപാട് വലിയൊരു പണി ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കുക എന്നുള്ളത്, അടിച്ച് വാരി തുടച്ച് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ കുക്കിങ്ങിലേക്ക് കയറിയിട്ടുള്ളത്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഐറ്റംസ് കേട്ടോ. നോക്കിയിട്ട് നല്ലോണം വറവിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നല്ല ആവി പറക്കണ കപ്പ ഇനി നമ്മളതിട്ട് വറവിട്ടെടുക്കുകയാണ്. മോരുകറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരിച്ച മോരുകറി. ചപ്പാത്തി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കൊണ്ടിരിക്കുക. നല്ല മുളകിട്ട മീൻകറി. ഇത് ഇളക്കാൻ കുറച്ചൊരു ശക്തി വേണം. ഇത്ര വിളിക്കേണ്ടി വരും. തണുക്കണം. അല്ലേ അവർക്കങ്ങനെ നമ്മളൊക്കെ പറയുന്ന ഇഷ്ടമില്ല. ഒരു കുടയാൻ പാടില്ല. ഒരു കുടയാണ്ടുള്ള കപ്പയാണ് ഇഷ്ടം. വറവിട്ടെടുക്കണം. ആദ്യം ഒരു ചട്ടിയിലിട്ടിട്ട് വറുത്തു. കുറച്ചരടി പിടിക്കുക. മുരിഞ്ഞ് കിട്ടണില്ല. ഞാൻ ചട്ടി മാറ്റി ഇതിലേക്കാക്കി. ചേമ്പ് പോലെ ഒരു കപ്പ കേട്ടോ. നല്ല സോഫ്റ്റ് പോലത്തെ കപ്പ. അടിപൊളിയാ. എങ്ങനെ കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ എടുത്തോട്ട് പോയി ഇവളല്ലേ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇത് ആരോടെ സംസാരിക്കുന്നത്? ഇത് ഏട്ടനാണ് കേട്ടോ. ഏട്ടൻ പനിച്ച് വീട്ടിൽ കിടക്കുകയാണ്. ഏട്ടൻ വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ ചുറ്റിനുള്ള ആർക്കും ഏട്ടൻ സമാധാനം തരില്ല. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ ഈ തിരക്കിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് അച്ഛനെ വിളിച്ചു നോക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ വിളിച്ചു കേട്ടോ. അച്ഛൻ നേരത്തെ വിളിച്ചു വെച്ചു. അമ്മയ്ക്ക് വിളിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ പരിഭവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വയ്യാണ്ടായാലും ഇവർ രണ്ടാളും വിളിക്കണം കേട്ടോ. ഇല്ലായിരുന്നൊരു സമാധാനം ഉണ്ടാവില്ല. ഇവരാണെങ്കിൽ രണ്ടുപേരും അതെ വിളിച്ചിട്ട് അങ്ങോട്ട് കൊഞ്ചിച്ച് നിർഗം തലയിലേക്ക് അങ്ങോട്ട് വെക്കും. ഇവരാരും എന്നോടിങ്ങനെ ഇത്രയും സോഫ്റ്റിൽ സംസാരിക്കാറില്ല. പക്ഷേ ഏട്ടനോട് ഭയങ്കരമായിട്ട്, ഏട്ടൻ ഇങ്ങോട്ടും അങ്ങനെയാണ്. അതായിരിക്കും. പക്ഷെ ഇവർ മൂന്നാളുള്ള ഈ ഒരു ബോണ്ട് കാണുമ്പോൾ മറ്റാരെക്കാട്ടും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് എനിക്കാണ് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ചെറിയ കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, സന്തോഷം. അങ്ങനെ ഇതാ കുറച്ച് നേരത്തെ തട്ടിക്കൂട്ടിലിനൊടുവിൽ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവർ വെയിറ്റ് ചെയ്തവിടെ ഇരിക്കുകയാണ്. വന്ന് ഓടിപ്പിടിച്ച് എല്ലാവരും, അച്ഛനും അമ്മയും ഞാനും കൂടെ എല്ലാവരും കൂടെ ഇടപെട്ടിട്ട് വേഗം ചെയ്ത് തീർത്താണ്. അങ്ങനെ മടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഫോട്ടോ കോപ്പി നല്ല രസമുണ്ട്. എനിക്കിഷ്ടമായി. നല്ലൊരു സുഖം. കണ്ട ഫോട്ടോ നല്ല ഫോട്ടോയാ. എനിക്ക് ഇപ്പൊ കണ്ടത്
നല്ല ഫോട്ടോയാ, പുതിയ പോസ്റ്റാ. ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ചക്കര നല്ലൊരു കുട്ടിത്തുള്ളൊരു മുഖം അല്ലേ. ഭയങ്കര ഇഷ്ടായിട്ടത്. തലയിലെന്താ പേന തലേന്ന് തപ്പുന്നത് എല്ലാം പോയല്ല, തലേ തപ്പി എനിക്ക് അത്ര വെച്ചില്ല. നല്ല രസമുണ്ടായിരുന്നു. അടുത്തത് ഇതിന് ഭയങ്കര ജിംനാസ്റ്റി ആയിപ്പോയി. അത് വേണ്ട, എനിക്ക് ഇഷ്ടം. ജിമ്മനെ എനിക്കിഷ്ടമില്ല. എവിടെ എവിടെ ചേട്ടാ വിളിക്കാൻ വരുമായിരുന്നു ഞാൻ. അത് എടുക്കത്തില്ലല്ലോ. ഒരെത്താൻ കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വളരെയധികം ടയേർഡായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പണീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞിനെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അവൾ ഉറങ്ങിപ്പോയി. അവളെ എടുക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി രണ്ടാളുണ്ട്. അവളില്ലാത്തതിൻ്റെ ഒരു വലിയ കുറവുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളെ പക്ഷിക്കുട്ടി. രണ്ടാമത്തെ ആളാണ്. അവരെ ഏറ്റവും ഇളയത് നൂലമ്മു ആണ്. രണ്ടാമത്തെ ആൾ ഇതാ പക്ഷി എന്നാണ് ഞങ്ങൾ വിളിക്കുക കേട്ടോ. മൂന്നാമത്തെ ആൾ പൂപ്പൻ എന്നാണ് പറയുക. അങ്ങനത്തെ ഓരോ പേരുകളുണ്ട്. നൂല്, പക്ഷി, പൂപ്പൻ, ഇതൊക്കെയാണ് കേട്ടോ ഒരു പേരെന്ന് പറയുന്നത്. രസകരമായ നല്ല അടിപൊളി പേരാണ്. ഇവൾ കുഞ്ഞിലേ അങ്ങനെ തന്നെയാണ്. ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് തോളത്ത് കയറി. അങ്ങനെയാണ് അവൾ. ഇപ്പോൾ പുറത്താണല്ലോ, നമ്മൾ കഴിയുമ്പോഴുള്ള ഒരു സ്നേഹമാണത്. അങ്ങനെ ഇതാ ഈ കൊല്ലത്തെ ഒരു ഒത്തുകൂടലോട് കഴിഞ്ഞു കേട്ടോ. ഇനി അവർ പോവുകയാണ്. ഒരു നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കും ഫ്ലൈറ്റിന് പോകും. അങ്ങനിതാ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അവരിതാ പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഒരു ജീപ്പ് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. മിക്കയിടമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.